റൂഹകന്നാലും പൊന്നെ ഞാൻ മറക്കൂല, ഖബറടഞ്ഞാലും കൽവിൻ വാതിലടയൂല. തൂമഞ്ഞിൻ തൂവലേ പൂത്തഴുകും കാറ്റലേ ചെങ്കിൽ ചേർത്തു. ഒരു ഹെൽത്തി ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉഴുന്ന് പരിപ്പും കടലയും ഉലുവയും കൂടിയിട്ടാണ് കേട്ടോ ഇതിൽ വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ രാവിലെ വെള്ളത്തിലിട്ട് വെച്ചു. ഇനി അതൊന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് വറുത്ത പൊടി കൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ദോശ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ നമുക്ക് ഇതിൽ ഒരു ഐസും കട്ട് ഇട്ടിട്ടോ തണുത്ത വെള്ളത്തോണ്ടോ ഇട്ട് അരച്ച് കഴിഞ്ഞാൽ മിക്സി ജാറ് ചൂടായിട്ടുള്ള ആ ഒരു ടേസ്റ്റ് വ്യത്യാസം അതിങ്ങനെ ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇത് നല്ല പോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു ഗ്ലാസ് പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ളത് നമ്മളെ വീട്ടിൽ എത്ര ആളുണ്ടോ അതിനനുസരിച്ചുള്ള പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ മിക്സി കഴുകിയ വെള്ളയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഉണ്ടല്ലോ നല്ല പോലെ നമുക്ക് മിക്സാക്കി കൊടുക്കാം. അത് കൈ കൊണ്ട് തന്നെ മിക്സാക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് മൂടി വയ്ക്കാം. നാളെ നമുക്ക് ദോശ ഉണ്ടാക്കാം. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ദോശ കിട്ടും കേട്ടോ. അപ്പോൾ കടല ഇതിപ്പോൾ എന്ത് ധാന്യങ്ങളും നമുക്ക് ഇടാട്ടോ. പയർ, പരിപ്പ്, കടല, ഗ്രീൻ പീസും ഒക്കെ ഇടാട്ടോ നമുക്ക് ഇതിലോട്ട്. ഞാനിപ്പോൾ കടല ഉഴുന്ന പരിപ്പ് ഉലുവയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി നമുക്ക് ഉപ്പിട്ടിട്ട് കുഴച്ച് വയ്ക്കാം, ഉരുളയും കുഴച്ച് വയ്ക്കാം കേട്ടോ. ഞാൻ ഉപ്പ് നാളെ ഇടുള്ളൂ. ഇനി നമുക്ക് നാളേക്ക് ഒന്ന് പതിഞ്ഞ് പൊങ്ങി വരും. ആവശ്യം വെള്ളം നമുക്ക് അതനുസരിച്ച് ഉപയോഗിക്കാം. ഇതിപ്പോൾ നമുക്ക് അങ്ങനെ അടച്ച് വയ്ക്കാം. കുറച്ച് ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇന്നലെ ഞാൻ മാവ് കടലൊക്കെ കൂട്ടിയുള്ള ധാന്യമാവാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഒരു കയ്യിൽ ഒഴിക്കാം. നല്ല പോലെ അങ്ങോട്ട് പരത്തി കൊടുക്കാം. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ദോശ നമുക്ക് മക്കൾക്കാണെങ്കിലും നമുക്കായാലും കഴിക്കാൻ പറ്റും. അപ്പോൾ ചെറിയതാക്കണമെങ്കിൽ ചെറുതാക്കാം, വലുതാക്കണമെങ്കിൽ വലുതാക്കാം, ഒക്കെ നമ്മുടെ ഇഷ്ടം. എന്നിട്ട് നെയ്യോ വെളിച്ചെണ്ണ നമുക്ക് തടവി കൊടുക്കാം. ഞാനിപ്പോൾ നെയ്യ് വേണ്ടവർക്ക് നെയ്യ്, വെളിച്ചെണ്ണ വേണ്ടവർക്ക് വെളിച്ചെണ്ണ, അങ്ങനെയാണ് തടവി കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ നമുക്ക് ചെറിയ തീയിലിട്ടിട്ടൊന്ന് മൊരിച്ചെടുക്കാം. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കട്ടെ. വലിപ്പമുള്ള ദോശ തന്നെ കിട്ടും കേട്ടോ. ഞാൻ ചിലത് അങ്ങനെ വരുന്നതാണ്, ചിലത് നല്ല ദോശ തന്നെ കിട്ടും. അത് ഉണ്ടാക്കിയതാണ് ഒക്കെ നല്ല ദോശ. അതിൻ്റെ ഇടയിൽ ഒരു ചെറുതൊക്കെ പെടും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ദോശ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കാം. ഞാനിവിടെ കുറച്ച് ദോശമാവാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ബാക്കി ഉള്ള ദോശമാവിൽ നിന്ന് കുറച്ച് എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇതിലോട്ട് ഞാൻ ഒരു ടീസ്പൂൺ കടലമാവാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മുഖത്ത് നല്ല പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാനാണ്. അപ്പോൾ നമ്മൾ എന്ത് മുഖത്ത് ചെയ്യുകയാണെങ്കിലും ആദ്യം ഒന്ന് കയ്യുമ്മൽ തേച്ച് നോക്കിയിട്ട് വേണം മുഖത്ത് ചെയ്യാനായിട്ട്. എന്താ വെച്ചാൽ ചിലപ്പോൾ ചിലവർക്ക് അലർജി ഉള്ളവരുണ്ടാവാം, സ്കിന്നിന് പറ്റാത്തവരുണ്ടാവാം. അതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് നമ്മൾ എന്ത് കാണുമ്പോഴും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം തന്നെ പിന്നെ നമ്മളിത് അപ്ലൈ ചെയ്യാനായിട്ട് മുന്നേ എന്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിലും നമ്മൾ മുഖം നല്ല പോലെ കഴുകി ഒന്ന് വൃത്തിയാക്കി എടുക്കണം. എന്നിട്ട് വേണം എന്താണെങ്കിലും ചെയ്യാനായിട്ട്. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ തണുത്ത വെള്ളം കൊണ്ടോ ചൂടുവെള്ളം കൊണ്ടോ നമ്മൾ നല്ല പോലെ മുഖം കഴുകണം. എന്നിട്ട് വേണം. അപ്പോൾ ഇനി ഇത്തിരി കൂടിയും നല്ല ഇതാവണമെങ്കിൽ കുറച്ച് തക്കാളിയിൽ പഞ്ചസാര പൊടി ഇട്ടിട്ട് അത് വേണമെങ്കിലും ചെയ്യാം. അല്ലാതെ നല്ല പോലെ ഒന്ന് ആദ്യം തേച്ച് പിടിപ്പിക്കുക. തക്കാളിയിൽ ആദ്യം തേച്ച് പിടിപ്പിക്കുക. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ് നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് എന്താ ചെയ്യുക, ഈ മാവ് കടലമാവ് നമ്മളുടെ ദോശമാവാണ്. അപ്പോൾ ദോശമാവ് ഇതിനായിട്ടൊന്ന് മാറ്റി വെക്കണ്ട. നമുക്ക് കുറച്ച് എന്തായാലും നമ്മൾ വീട്ടിലുണ്ടാകുമ്പോൾ നമ്മൾ അതിൽ നിന്ന് കുറച്ച് എടുക്കുക. അങ്ങനെ ചെയ്യാം. എന്നിട്ട് നമ്മുടെ മുഖത്ത് നല്ല പോലെ കണ്ണിൻ്റെ ഇവിടെ നെറ്റിയുടെ അവിടെ മുഖത്ത് ഒക്കെ നല്ല പോലെ തേച്ച് പിടിപ്പിക്കാം. എങ്ങനെ തേച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ വലിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നുമില്ലെങ്കിൽ ഒരു 10-15 മിനിറ്റ് തേച്ച് നമ്മളെ മുഖത്ത് പിടിപ്പിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ ഇടയിൽ വലിയുമ്പോൾ റോസ് വാട്ടർ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മുഖം ഒന്ന് ഇളം ചൂടുവെള്ളം കൊണ്ടോ തണുത്ത വെള്ളം കൊണ്ടോ ഒന്ന് കഴുകി തേച്ച് പിടിപ്പിക്കുക. അപ്പം നല്ലൊരു മാറ്റം ഉണ്ടാവും കേട്ടോ. നമ്മൾ മുഖത്ത് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ
അപ്പോൾ ഇതാണ് നമ്മുടെ കയ്യുമ്മലും ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ മുഖത്ത് തേച്ച് കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ കയ്യുമ്മ തേച്ച് പിടിപ്പിച്ചേക്കുന്നത്. ഇതിങ്ങനെ തേച്ച് പിടിപ്പിച്ച് ഒന്ന് മസാജൊക്കെ ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ലൊരു ഒരു ഇത് കിട്ടും കേട്ടോ. മുഖം ഒന്ന് തെളിച്ചം വരും കേട്ടോ. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു 10-15 മിനിറ്റ് തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മളൊന്ന് കഴുകി തുടച്ച് കഴിഞ്ഞാൽ ഒന്ന് കണ്ണാടി ചെന്ന് നോക്കുമ്പോൾ അതിനുള്ള എന്തായാലും ഒരു റിസൾട്ട് നമുക്ക് കിട്ടാതിരിക്കില്ല. അപ്പോൾ നമ്മളെ വീട്ടിൽ ഉള്ള ഇത് വെച്ച് നമുക്ക് ചെയ്യാവുന്ന നല്ലൊരു ഫേഷ്യലാണ് കേട്ടോ. അപ്പോൾ അതൊന്നും എല്ലാവരും ചെയ്ത് നോക്കാം. ആ പച്ചക്കായ നമ്മൾ നുറുക്കുമ്പോൾ നമ്മളെ കയ്യുമ്മലും കറ വരും, അതുപോലെ തന്നെ കത്തിയുമ്മലും കറ വരും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് അറിയോ, കുറച്ച് വെളിച്ചെണ്ണ നമ്മുടെ കയ്യുമ്മലും പരറ്റാം, അതുപോലെ തന്നെ കത്തിയുമ്മലും പരറ്റാം. കത്തിയുമ്മലും ഇങ്ങനെ പറ്റാം, കത്തി വെള്ളം കേട്ടോ. അതുപോലെ തന്നെ കായ നുറുക്കിയിട്ട് ഉണ്ടല്ലോ നുറുക്കി ഇങ്ങനെ ഇടാം. നമ്മളെ എങ്ങനെയാണ് നുറുക്കണം, ഞാനിപ്പോൾ ചെമ്മീൻ കറിയിലേക്കാണ് നുറുക്കണം കേട്ടോ. ഇങ്ങനെ നുറുക്കിയിട്ടിട്ട് വേഗം കറ പോവാനായിട്ട് ഒരു തരിപ്പ് ഉണ്ടാവുമല്ലോ, കറ പോകാനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയും ഇട്ട് നല്ല പോലെ തിരുമ്പി കഴിയാൻ മതി കേട്ടോ. പെട്ടെന്ന് കറ പോകും. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ വെള്ളത്തിൽ അല്ലെങ്കിൽ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, ഈ കഞ്ഞിവെള്ളത്തിലും കായ ഇട്ട് ഒന്ന് കഴിക്കാൻ മതിട്ടാ, വേഗം കറക്കും. കഞ്ഞിവെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെക്കാം, അതല്ലെങ്കിൽ ഈ സാധാ പച്ചവെള്ളത്തിലാണെങ്കിലും ഇട്ട് വെച്ചിട്ട് നുറുക്കിയാൽ മതിട്ടാ. പെട്ടെന്ന് കറ പോകും. നല്ലൊരു ഇതാണ് കേട്ടോ. കൈമലൊന്നും കറില്ല, അല്ലെങ്കിൽ കൈമലും ഒക്കെ കറുണ്ടോ. അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടെ. 2 പപ്പായയുടെ ഇല എടുത്തിട്ടുണ്ട്. പപ്പായയുടെ ഇല കൊണ്ട് നമുക്ക് ബാത്റൂമും നമ്മുടെ ഫ്ലോറും ഒക്കെ നല്ല പോലെ ക്ലീൻ ആക്കാം. അതുപോലെ തന്നെ പാത്രം കഴുകുന്ന സിങ്ക്. അപ്പോൾ ഞാൻ ഇത് ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്കിതിലോട്ട് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ സത്ത് കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ബാത്റൂമും അതൊക്കെ ക്ലീൻ ആക്കാനാണ് കേട്ടോ. അപ്പോൾ ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഉണ്ടല്ലോ, ഞാനിപ്പോൾ പേസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞ പേസ്റ്റിൻ്റെ കവറുണ്ടല്ലോ, ഈ കവറിൻ്റെ ഉള്ളിൽ നിന്ന് ഉള്ള പേസ്റ്റ് എടുത്തിട്ട് അത് കൂടി ഒഴിച്ചിട്ടാണ് കേട്ടോ ക്ലീൻ ആക്കുന്നത്. അപ്പോൾ നല്ല പോലെ ക്ലീൻ ആവും കേട്ടോ. നല്ല ഇതും കൂടി ഇട്ടിട്ടാണ് തിളപ്പിച്ചെടുക്കണം കേട്ടോ. എന്നിട്ടാണ് ഞാൻ കഴുകിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല പോലെ പേസ്റ്റ്, നമ്മൾ ഇതിനായിട്ട് പേസ്റ്റ് ഉപയോഗിക്കേണ്ട, നമുക്കിതുപോലെ പേസ്റ്റിൻ്റെ കവർ ഉണ്ടാകുമല്ലോ, ഈ കവറിൽ നിന്ന് കിട്ടുന്ന പേസ്റ്റ് മതി നമുക്ക് നമ്മളുടെ പാത്രങ്ങളാണെങ്കിലും ഗ്യാസ് അടുപ്പാണെങ്കിലും ഒക്കെ കഴുകാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. അപ്പോൾ നമ്മൾ ഒരു പാക്കറ്റിൻ്റെ പേസ്റ്റിൽ നിന്ന് കവറിൽ നിന്നാണ് നമുക്ക് ഇത്രയും പേസ്റ്റ് കിട്ടിയിരിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കാര്യമാവണ കവറുകളൊക്കെ ഉണ്ടല്ലോ, ഇതുപോലെ എടുത്ത് വെക്കുക. എന്നിട്ട് ഇതുപോലെ യൂസ് ആക്കാം കേട്ടോ. ഞാൻ 1 കപ്പും കൂടി വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം ഞാൻ തിളപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വേണ്ട ഇതിങ്ങനെ ഇതിൻ്റെ സത്തൊക്കെ ഒന്ന് ഇറങ്ങട്ടെ. അപ്പോൾ ഞാനിപ്പോൾ ഇതിങ്ങനെ ചെറിയ തീയിൽ ഇട്ട് കൊടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ ചെറിയ തീയിൽ കിടന്ന് ഇതിൻ്റെ സത്തൊക്കെ ഇറങ്ങി വരട്ടെ കേട്ടോ. ഇത് തിളപ്പിച്ച് ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. കണ്ടാൽ അറിയാൻ പറ്റും, കണ്ട ചൂടാറിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലോട്ട് നമ്മൾ ബേക്കിംഗ് സോഡ, വിനാഗിരി ഒക്കെ ഒഴിക്കാം. ഇനിയിപ്പോൾ ഇതൊന്നും ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ ഞാനിവിടെ ചെറുനാരങ്ങ ഉണ്ടല്ലോ, ചെറുനാരങ്ങ പൾപ്പാക്കി വെച്ചിരുന്നതാണ്. ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചെറുനാരങ്ങ ലിക്വിഡ് ഉണ്ടാക്കി വെച്ചത്. അത് ഇതിലുള്ളത് കൊണ്ട് ഞാനത് കുറച്ച് ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പോലെ ഒന്ന് ക്ലീൻ ആക്കാനാണ് കേട്ടോ. അപ്പോൾ ഫ്ലോറൊക്കെ ഇങ്ങനെ കറക്കി ഉണ്ടെന്ന് വെച്ചാൽ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിത് കുറച്ച് ഇതിലിട്ടിട്ട് അതും കൂടി ഒന്ന് ആഡ് ആക്കി എടുക്കുന്നുണ്ട്. അതും കൂടി ഞാൻ ആഡ് ആക്കണം. എന്നിട്ട് നമുക്ക് ഇത് അരിച്ചിട്ട് നമ്മുടെ ഫ്ലോറ് തുടയ്ക്കുമ്പോഴും സിങ്കിലൊക്കെ ഒഴിക്കാം കേട്ടോ.
ആ കറകൾ പോവാനും പിന്നെ ഈ പ്രാണികളൊക്കെ ചാവാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. ടൈലിൻ്റെ ആ കറ പോവാനൊക്കെയാണ്. ഞാൻ കുറച്ച് ഇത് ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതിൽ ഞാൻ വെള്ളം ചേർത്തിട്ട് നമുക്ക് തുടയ്ക്കാം കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കട്ടോ. നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ. അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നമുക്കൊരു ലിക്വിഡായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി നമുക്ക് ഞാൻ ആദ്യം തന്നെ പാത്രം കഴുകണ സിങ്കിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അതിൻ്റെ തടസ്സങ്ങളും ഇതൊക്കെ പോകാനായിട്ട്. നമുക്കിവിടെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലുള്ള തടസ്സങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ. അങ്ങനത്തെ ഇതിൻ്റെ ഉള്ളിലൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ബാത്റൂമിൽ തേച്ച് കഴുകാം. അതുപോലെ തന്നെ ഫ്ലോറും കഴുകാം. ഞാൻ ഇവിടെ കുറച്ച് ടിഷ്യൂ ഒഴിക്കുന്നുണ്ട്. അപ്പം എൻ്റെ ബാത്റൂമെന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുള്ള കളർ തന്നെയായിട്ട് ഭയങ്കര കളർ വ്യത്യാസമാട്ടോ. ഞാൻ ഇവിടെ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നല്ലപോലെ ഒന്ന് തേച്ച് ഒക്കെ അടിപൊളിയാണ്. ഞങ്ങളുടെ മഞ്ഞ വെള്ളമായ കാരണം ഭയങ്കര. ഇനി ഞാൻ ഫ്ലോറാണ് കേട്ടോ തുടക്കണത്. അപ്പോൾ ബാത്റൂം ഞങ്ങളുടേത് വെച്ചാൽ ഈ മഞ്ഞ വെള്ളമാണ്, ഭയങ്കര കട്ടി വെള്ളമാണ്. അത് കാരണം ഞങ്ങളത് അങ്ങനെ ഉണ്ട് വെടുപ്പാവില്ല. എപ്പോഴും അതിന് തേച്ച് കഴിക്കാലും ഇങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. എന്നാലും നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ഒന്ന് കുറഞ്ഞു കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഈ ഫ്ലോറാണ് എൻ്റെ റൂമാണ് തുടയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല വൈറ്റായ കാരണം ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് തുടച്ചു കൊടുത്താൽ നല്ല ക്ലീൻ ആയിരിക്കും കേട്ടോ. എല്ലാവരും ഒക്കെ ഒന്ന് പറ്റുന്ന പോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോസായിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.